Okay, so today topic is delegation. So what is delegation? Delegation is the assignment of authority to another person to carry out a specific activity. അപ്പൊ എന്താണ് നമ്മൾ ഒരു പ്രോപ്പർ അതോറിറ്റിയിൽ നിന്ന് ഒരു 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 പേഴ്സൺ മറ്റൊരു പേഴ്സണിന് ഒരു ടാസ്ക് അസൈൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യാൻ കൊടുക്കുക. ഇതിനെ പറയുന്ന പേരാണ് ഡെലിഗേഷൻ എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ പറയും ഒരു ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ ടാസ്ക് അസൈൻ ചെയ്യുന്നത് ഉറപ്പായിട്ടും എന്താണ് ഡിപ്പെൻഡ് ഓൺ ഹോസ്പിറ്റൽ പോളിസി പ്രോട്ടോകോൾ ആയിരിക്കണം അല്ലെ. നമ്മൾ എപ്പോഴും എന്താണ് ഹോസ്പിറ്റൽ പോളിസി പ്രോട്ടോകോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നിട്ട് മാത്രമാണ് നമ്മൾ വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. സോ നമുക്കിനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡെലിഗേഷൻ നോക്കാം. സോ നെക്സ്റ്റ് എന്താണ് വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ? വാട്ട് ഇസ് ദ എലമെന്റ്സ്? എന്തൊക്കെയാണ് എലമെന്റ്സ്? റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, അക്കൗണ്ടബിലിറ്റി. സോ എന്താണ് വാട്ട് ഇസ് റെസ്പോൺസിബിലിറ്റി? റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കടമ എന്ന് പറയും അല്ലെ. നമ്മളൊരു ഒരു ഒരു ജോലി ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾക്ക് എന്താണ് ഫുൾ റെസ്പോൺസിബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ ഒരാൾക്ക് എന്ത് ചെയ്യണം? ഒരു ടാസ്ക് മറ്റൊരാൾക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. അതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എന്താണ്? അപ്പൊ നമ്മൾ പ്രോപ്പർ ചാനലിലൂടെ ഇത് പറഞ്ഞു കൊടുത്തിരിക്കണം. ഫസ്റ്റ് കാര്യം കേട്ടോ. നെക്സ്റ്റ് എന്താണ്? അതോറിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അവർക്ക് എന്താണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം. ഇനി നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് അവർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. അതാണ് എന്ത്? അതോറിറ്റി. നെക്സ്റ്റ് എന്താണ്? അക്കൗണ്ടബിലിറ്റി. ദാറ്റ് മീൻസ് എന്താണ്? ഈ നമ്മളൊരു പേഷ്യന്റിന് അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാഫിന് നമ്മളൊരു ഡ്യൂട്ടി കൊടുക്കുമ്പോൾ ആ പേഷ്യന്റ് ആ പേഴ്സൺ അല്ലെങ്കിൽ ആ സ്റ്റാഫ് ഫുൾ റെസ്പോൺസിബിൾ ആണ് ആ ഒരു ടാസ്കിന്. അപ്പൊ ഉത്തരവാദിത്ത ബോധ്യം എന്ന് പറയും. അതാണ് എന്ത്? അക്കൗണ്ടബിലിറ്റി. ഓക്കെ അല്ലേ? So these are the elements are influencing the delegation: responsibility, authority, accountability. Then എന്താണ്? Purpose of delegation. What is the purpose of delegation? For assigning the routine work. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റിയിൽ നമ്മൾ ഹോസ്പിറ്റൽ ക്ലിനിക്സിലൊക്കെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി ലെയലോ ചാർട്ട് വൈറ്റൽസ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി നമ്മൾ റൊട്ടീൻ ചെയ്ത് കൊടുക്കണം. ആൻഡ് ഓൾസോ എന്താണ്? പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്താ ടാസ്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫോർ ദ ചേഞ്ചസ് ദ നേഴ്സ് മാനേജർ ഓൺ ജോബ് എംഫസിസ്. നമുക്ക് എന്താ നേഴ്സ് മാനേജറിന്റെ ജോബ് എന്താ നമുക്ക് ചേഞ്ച് ആക്കിയിട്ട് കുറച്ചും കൂടി എംഫസിസ് ചെയ്യാൻ പറ്റും. ഫോർ കപ്പാസിറ്റി ബിൽഡിംഗ് അല്ലെ. എന്താണ്? നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ ഓരോ ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യും അല്ലെ. നെക്സ്റ്റ് എന്താണ്? ടൈം മാനേജ്മെന്റ്, ടൈം സേവിങ് ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. അപ്പൊ നമ്മൾ ഒരാൾ ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യുന്നേക്കാളും നല്ലതല്ലേ നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോ വർക്ക് ചെയ്യുമ്പോൾ എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ് ആവും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും കുറച്ചും ക്വാളിറ്റി കൂടാൻ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്? ടൈപ്പ് ഓഫ് ഡെലിഗേഷൻ അല്ലെ. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. എന്താണ്? ഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്. സോ വാട്ട് ഇസ് ഫോർമൽ ഡെലിഗേഷൻ? ദാറ്റ് മീൻസ് എന്താണ്? ഒരു പ്രോപ്പർ ചാനലിലൂടെ നമ്മൾ ഒരാൾക്ക് ഒരു ടാസ്ക് അസൈൻ ചെയ്യാണ്. അപ്പൊ എന്താണ് പറയില്ലേ? ഹോസ്പിറ്റലൊക്കെ ഓക്കെ പേഷ്യന്റിന്റെ ഡാറ്റ കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് നോക്കണം, വൈറ്റൽസ് മെയിൻറ്റെയിൻ ചെയ്യണം, ഡീഫൈബ്രിലേറ്റ് ചെയ്യണം നമ്മൾ പ്രോപ്പർ നമ്മൾ പറയില്ലേ? അതാണ് ഫോർമൽ ഡെലിഗേഷൻ. നെക്സ്റ്റ് എന്താണ്? ഇൻഫോർമൽ ഡെലിഗേഷൻ. ദാറ്റ് മീൻസ് എന്താണ്? നമ്മുടെ വീട്ടിൽ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ ഓക്കെ ഇത് നമ്മൾ ചെയ്യണം, ഇത് നിങ്ങൾ ചെയ്യണം നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എല്ലാവർക്കും എന്താണോ ചെയ്യാൻ പറ്റും നമുക്ക് പറ്റുന്ന ജോലികൾ നമ്മൾ ചെയ്യുന്നു. അതിന് അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെലിഗേഷൻ ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് ഇൻഫോർമൽ ഡെലിഗേഷൻ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എന്താണ്? ഡെലിഗേഷൻ എറേഴ്സ് ആണ് കേട്ടോ. അപ്പൊ വാട്ട് ആർ ദ എറേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്ക് ഡെലിഗേഷനിൽ പറ്റാം. അതാണ് നമ്മൾ എറേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. സോ എന്താണ് അണ്ടർ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഡെലിഗേറ്റ് ടു ലിറ്റിൽ. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമ്മൾ എന്താണ്? ഇപ്പൊ നമ്മളൊരു എക്സ്പീരിയൻസ് ആയ ഒരു നഴ്സിന് നമ്മൾ എന്താണ്? അവർക്ക് സ്റ്റേബിൾ കേസ് മാത്രം കൊടുക്കുന്നു. അതെന്താണ്? അണ്ടർ ഡെലിഗേഷൻ അല്ലേ. നെക്സ്റ്റ് ഓവർ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഡെലിഗേറ്റ് ടു മച്ച്. ദാറ്റ് മീൻസ് എന്താ? ജസ്റ്റ് നൗ ഇപ്പൊ ജോലിക്ക് റീസെന്റ് കയറിയ ഒരു ഫ്രഷേഴ്സിന് നമ്മൾ എന്താണ്? ഒരുപാട് വർക്ക് കൊടുക്കുന്നു. അതാണ് ഓവർ ഡെലിഗേഷൻ. ഇനിയിപ്പോ നെക്സ്റ്റ് എന്താണ്? ഇംപ്രോപ്പർ ഡെലിഗേഷൻ മീൻസ് എന്താണ്? ഡെലിഗേറ്റ് ഇൻകറക്ട്ലി അല്ലെ. അവരുടെ കാപ്പബിലിറ്റി മനസ്സിലാക്കാണ്ട് നമ്മൾ എന്താണ്? ഒരു നേഴ്സിന് ഒരു ടാസ്ക് കൊടുക്കും. ദാറ്റ് മീൻസ് ഒരു സർജിക്കൽ വാർഡ് നേഴ്സിന് നമ്മൾ ആ പേഷ്യന്റിനോട് ഒരു സർജിക്കൽ വാർഡ് നേഴ്സിനോട് നമ്മൾ പറയാണ് എന്ത്? കീമോ കൊടുക്കാൻ പറഞ്ഞാൽ അത് ശരിയാവോ? ഓക്കെ ആണോ? അല്ല. അതൊരു ഇംപ്രോപ്പർ ഡെലിഗേഷൻ ആണ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് അണ്ടർ ഡെലിഗേഷൻ, ഓവർ ഡെലിഗേഷൻ, ഇംപ്രോപ്പർ ഡെലിഗേഷൻ. സോ നമ്മൾ ഓരോ സ്റ്റാഫിന്റെയും കാപ്പബിലിറ്റി നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ വർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡെലിഗേഷൻ എറേഴ്സ് സംഭവിക്കും.
നെക്സ്റ്റ് എന്താണ് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് എത്തിക്സ് ഫോളോ ചെയ്യണം. ഈ എത്തിക്സ് ഫോളോ ചെയ്യാത്ത കാരണമാണ് നമുക്ക് ലീഗൽ ഇഷ്യൂ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഞാൻ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ എന്ത് ചെയ്യാം, ആദ്യം ഞാൻ എന്ത് പറയാം, എത്തിക്സ് പറയാം. സോ വാട്ട് ആർ ദ എത്തിക്സ്? ദാറ്റ് മീൻസ് എത്തിക്സ് മീൻസ് ഓട്ടോണമി ആണ് അല്ലെ. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് ഹാവ് ദ എബിലിറ്റി ടു ടേക്ക് ഡിസിഷൻ ഇൻ ദ ട്രീറ്റ്മെന്റ്. അതിനെ പറയുന്ന പേരാണ് ഓട്ടോണമി എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് എന്താണ് സ്വന്തം ട്രീറ്റ്മെന്റിൽ തീരുമാനം എടുക്കാനുള്ള എന്താണ് റൈറ്റ് ഉണ്ട്, എബിലിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പേഷ്യന്റ് ഒരു മെഡിസിൻ അല്ലെങ്കിൽ പേഷ്യന്റ് NG ട്യൂബ് ഇടണം അല്ലെ. അപ്പൊ ഡോക്ടർ ഓർഡർ ചെയ്തു. അപ്പൊ നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ പേഷ്യന്റിന് കൺസെന്റ് എടുക്കണം. എന്നിട്ട് പേഷ്യന്റ് കൺസെന്റ് വാങ്ങിയിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പേഷ്യന്റ് പറഞ്ഞു നോ, പേഷ്യന്റ് റെസ്ട്രിക്ട് ചെയ്തു ആ ഓർഡർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? റെസ്പെക്ട് ചെയ്യണം. കാരണം എന്താ, അത് പേഷ്യന്റിന്റെ റൈറ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താ, ടു ടേക്ക് ദ ടു പേഷ്യന്റ് ഹാവ് ദ എബിലിറ്റി ടു ടേക്ക് ഡിസിഷൻ ഇൻ ദ ട്രീറ്റ്മെന്റ്. അതാണ് ഓട്ടോണമി എന്ന് പറയുന്നത്. ഇനിയിപ്പോ നെക്സ്റ്റ് എന്താണ്? ബെനിഫിഷ്യൻസ് ആണ്. ബെനിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പേഷ്യൻസിന് ബെനിഫിറ്റ്സ് ആയ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ ഫ്രീ ആയിട്ട് ഒരു വാർഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുക. അതൊക്കെ എന്താണ്? ബെനിഫിഷ്യൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? നോൺ മാൽ എഫിഷ്യൻസ് ആണ്. സോ മാൽ എഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാം ആണ്. നോൺ മാൽ എഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ടു ഹാം ആണ്. എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് ഹാം ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക അല്ലെ. ഇപ്പൊ മെഡിക്കേഷൻ എറേഴ്സ്, മെഡിക്കേഷനെ കുറിച്ച് നമുക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ ഡോസ് നമുക്ക് ക്ലാരിറ്റി കുറവാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിത്ത് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിക്കണം. അപ്പൊ പേഷ്യന്റിന് ഹാം ആയ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. അതാണ് നോട്ട് ടു ഹാം ആണ് നോൺ മാലഫിഷ്യൻസ്. നെക്സ്റ്റ് എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി. പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? സെക്യൂർ ചെയ്ത് സൂക്ഷിക്കണ്ടേ? ആരോടും പറയരുത്, ഡിസ്ക്ലോസ് ചെയ്യരുത്. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി. പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻ, പേഷ്യൻസിന്റെ ബിലോങ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? സെക്യൂർ ചെയ്ത് സൂക്ഷിക്കണം, ഡിസ്ക്ലോസ് ചെയ്യരുത്. നമ്മൾ ഡിസ്ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കുക? ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി എന്നാണ് പറയാ കേട്ടോ. ബ്രീച്ച് എന്ന് പറഞ്ഞത് ലീക്കായി, ബ്രേക്കായി, അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ആയതിനെ പറയുന്ന പേരാണ് ബ്രീച്ച്. ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഇൻഫോർമേഷൻ ഡിസ്ക്ലോസ് ആയി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വെരാസിറ്റി. ട്രൂത്ത്ഫുൾ ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം. അതാണ് എന്ത്? വെരാസിറ്റി. നെക്സ്റ്റ് എന്താണ്? അക്കൗണ്ടബിലിറ്റി. നമ്മൾ നേരത്തെ പഠിച്ചു ഉത്തരവാദിത്ത ബോധ്യം അല്ലെ. ഒരു പേഷ്യന്റിന് നമുക്ക് അസൈൻ ചെയ്ത് തന്ന പേഷ്യന്റിന് എന്ത് വന്നാലും അതിന്റെ ഉത്തരവാദിത്തം, പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്കാണ്. അതാണ് അക്കൗണ്ടബിലിറ്റി. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലീഗൽ ഇഷ്യൂലേക്ക് പോവാം. എന്താണ് ഒന്നാമത്തെ? അസോൾട്ട് ആണ്. സോ നമുക്ക് ടൈപ്സ് ഓഫ് അസോൾട്ട് ഉണ്ട്. വെർബൽ അസോൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ അസോൾട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ്? ഒരു പേഷ്യന്റ് നമ്മൾ വെർബലി അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ ഹേർട്ട് ചെയ്തു, ശരീരത്ത് ബ്രൂസിസ് ഉണ്ട്, പാടുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അത്? ഫിസിക്കൽ അസോൾട്ട് ആണ്. മോശമായ വാക്കുകൾ യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെർബൽ അസോൾട്ട് ആണ്. സോ നെക്സ്റ്റ് ആണ് എന്ത്? മാൽ പ്രാക്ടീസ്. മാൽ പ്രാക്ടീസ് മീൻസ് എന്താണ്? ഡൂയിങ് മിസ്റ്റേക്ക് അല്ലെ. മെഡിസിൻ മാറി കൊടുക്കുക അല്ലെ, അല്ലെങ്കിൽ നമ്മൾ മിസ്റ്റേക്കുകൾ ചെയ്യാന്ന് പറയുന്നത് എന്താണ്? മാൽ പ്രാക്ടീസ് ആണ്. നെക്സ്റ്റ് എന്താണ്? നെഗ്ലിജൻസ് ആണ് അല്ലെ. പ്രോപ്പർ കെയർ കൊടുക്കാതാവുക എന്ന് പറഞ്ഞ എക്സാമ്പിൾ എന്തായിരിക്കും? പേഷ്യന്റിന്റെ സൈഡ് റൈൽസും ബെഡൊന്നും ലോക്ക് ചെയ്യാതിരിക്കുക. പേഷ്യന്റ് എന്താണ്? നിലത്തേക്ക്, ഫ്ലോറിലേക്ക് ഫാൾ ഡൗൺ ചെയ്ത് വീഴുക. അപ്പൊ പേഷ്യന്റ് ഫ്രാക്ചർ ആയി. അതെന്താണ്? ഒരു നെഗ്ലിജൻസ് അല്ലേ, നമ്മൾ പ്രോപ്പർ കെയർ കൊടുക്കാത്തല്ലേ. അതാണ് നെഗ്ലിജൻസ്. സോ നെക്സ്റ്റ് എന്താണ്? ബാറ്ററി. ബാറ്ററി മീൻസ് എന്താണ്? ഇന്റൻഷനലി ടച്ച് ദ പേഷ്യന്റ് വിത്തൗട്ട് പെർമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യന്റിനെ പിൻ ചെയ്യുക, പഞ്ച് ചെയ്യുക, സ്ലാപ്പ് ചെയ്യുക. അവരെ അനുവാദമില്ലാതെ നമ്മൾ അവരെ ടച്ച് ചെയ്യുന്നതൊക്കെ എന്തായി മാറും? ബാറ്ററി ആയി മാറും. നെക്സ്റ്റ് എന്താണ്? ഫാൾസ് ഇംപ്രിസോൺമെന്റ് ആണ്. ഫാൾസ് ഇംപ്രിസോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റെസ്ട്രിക്ട് ദ പേഷ്യന്റ് ഫ്രീഡം അല്ലെ, നമ്മൾ പേഷ്യന്റ് ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഫാമിലിയിൽ നമ്മൾ അവരെ അലോ ചെയ്യാതിരിക്കുക അല്ലെ, ഫാമിലി ടൈം നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവരെ ഓട്ടോണമി നമ്മൾ റെസ്പെക്ട് ചെയ്യാതിരിക്കുക. അതൊക്കെ എന്തായിരിക്കും? ഫാൾസ് ഇംപ്രിസോൺമെന്റ് ആവും. ഡീഫേമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരാളുടെ റെപ്യൂട്ടേഷൻ കളയാൻ വേണ്ടി, ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ? ഫാൾസ് സ്റ്റേറ്റ്മെന്റ് പറയുക. അതെന്താണ്? ഡീഫേമേഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഓറലി പറഞ്ഞാൽ എന്താണ്? സ്ലാഡർ ആവും. നമ്മളത് എഴുതി കൊടുത്താൽ ലൈബൽ ആവും. സോ ഇറ്റ്സ് ആർ ദ എത്തിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എത്തിക്കൽ ലീഗൽ ഇഷ്യൂസ്. നെക്സ്റ്റ് എന്താണ്? ഫങ്ഷൻസ് ഓഫ് രജിസ്റ്റേർഡ് നേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഫങ്ഷൻസ് ഓഫ് രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പൊ നമ്മള്
തിയറിറ്റിക്കലി നമ്മൾ പറയുന്നത് ഏറ്റവും മുകളിൽ ആരാണ്? RN നഴ്സാണ്. ദാറ്റ് മീൻസ് BSc നഴ്സാണ്. പിന്നെ GNM, ANM. പക്ഷെ നമ്മൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടി എല്ലാതും ഒരുമിച്ചായിരിക്കും ചെയ്യുക. പക്ഷെ എന്താണ്, തിയറിറ്റിക്കലി പറയുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഫങ്ഷൻസ് ആണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഫങ്ഷൻസ് ഓഫ് രജിസ്റ്റേർഡ് നഴ്സ്? എന്താണ്? പ്ലാനിങ് കെയർ പ്ലാൻസ്, ഇന്റർവെൻഷൻ, ഡയഗ്നോസിസ്, അസസ്മെന്റ്, ഇവാലുവേഷൻ, IV, റിസീവിംഗ് ആൻഡ് ഗിവിംഗ് റിപ്പോർട്ട്, പ്രീ ഓപ്പ് ആൻഡ് പോസ്റ്റ് ഓപ്പ്, ടീച്ചിങ് എഡ്യൂക്കേഷൻ, ആരൊക്കെ ടീച്ച് ചെയ്യാൻ? പേഷ്യന്റിന്, ഫാമിലിന്, ലൈസൻസ്ഡ് പ്രാക്ടിക്കൽസ് നഴ്സിന്, supervision the licensed practical nurse and unlicensed practical nurse, and also operating, monitoring and equipment. So these are the functions of registered nurse. Next എന്താണ്? GNM nurse. That means licensed practical nurse ആണ്. അപ്പൊ എന്താണ്? മോണിറ്ററിങ് പേഷ്യന്റ് ഹെൽത്ത് അല്ലെ, പേഷ്യന്റ് വൈറ്റൽസ്, ദെൻ പേഷ്യൻസിന്റെ ഹെൽത്ത്, പേഷ്യന്റ് ഹെൽത്ത്, വൈറ്റൽസ്, ഡ്രസ്സിങ്, ഇൻസേർട്ടിങ് കാത്തറ്റർ ഒക്കെ മോണിറ്റർ ചെയ്യുന്ന ലൈസൻസ് പ്രാക്ടിക്കൽ നേഴ്സ് ആണ്. ടേക്കിംഗ് പേഷ്യന്റ് ഹിസ്റ്ററി ആൻഡ് ഡോക്യുമെന്റ് മെയിൻ്റെനൻസ്, അസിസ്റ്റ് വിത്ത് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ, അഡ്മിനിസ്റ്റർ മെഡിക്കേഷൻ, പേഴ്സണൽ കെയർ ടു പേഷ്യന്റ്, ക്യാൻ റെനിഫോഴ്സ് ടീച്ചിങ്, കൺസൾട്ട് വിത്ത് RN ഫോർ കെയർ പ്ലാൻസ്. അതാണ് ലൈസൻസ്ഡ് പ്രാക്ടിക്കൽസ് നേഴ്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് എന്താണ്? അൺലൈസൻസ് അസിസ്റ്റന്റ് പേഴ്സണൽ എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ ആയ പേഷ്യന്റിനെ മാത്രം മോണിറ്റർ ചെയ്യാം. ട്രാൻസ്പോർട്ടും ട്രാൻസ്ഫറിങ്ങും, RM എക്സസൈസ്, അസിസ്റ്റിംഗ് പേഴ്സണൽ ഹൈജീൻ, ഒബ്സർവിംഗ് ഡോക്യുമെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ക്ലിനിക്കൽ ഇൻഫോർമേഷൻ ആൻഡ് ബിഹേവിയർ ചേഞ്ചസ് ആണ് ഇതിലുള്ളത്. സോ ദിസ് ആർ ദ ഡിഫറെന്റ് ഫങ്ഷൻസ് ഓഫ് ദ നഴ്സസ് ടോ. നെക്സ്റ്റ് എന്താണ്? നേഴ്സ് മാനേജർ ആണ്. നേഴ്സ് മാനേജർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഓർഗനൈസ് ചെയ്യുക, ഫിനാൻഷ്യൽ റിസോഴ്സസ് മോണിറ്റർ ചെയ്യുക, നമ്മുടെ പേഷ്യന്റും സ്റ്റാഫിന്റെയും സാറ്റിസ്ഫാക്ഷൻ ഇവാലുവേറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? ക്വാളിറ്റി ഓഫ് കെയർ നമ്മൾ കൊടുക്കുക. പിന്നെ എന്താണ്? അലൈൻമെന്റ് യൂണിറ്റ് ഗോൾ വിത്ത് ഹോസ്പിറ്റൽ. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് നേഴ്സിംഗ് മാനേജർ. അപ്പൊ നമ്മുടെ കഴിഞ്ഞു ഡെലിഗേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, താങ്ക് യു.